Hey all, പവർ ബി ഐയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇന്ന്. പവർ ബി ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വിഷ്വലൈസേഷൻ ടൂളാണ്. നമുക്കിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനാണ് വിഷ്വലൈസേഷൻ എന്ന് പറയാം. ആ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ടൂളാണ് പവർ ബി ഐ എന്ന് പറഞ്ഞാൽ. ഇത് മൈക്രോസോഫ്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. എക്സലിൻ്റെ അകത്ത് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സെയിം ആയിട്ട് ചെയ്യാൻ പറ്റും. അതിലുപരി അതിൽ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ ഈ പവർ ബി ഐ ആർക്കിടെക്ചർ, എന്താണ് പവർ ബി ഐ സർവീസസ്, ആ കാര്യങ്ങളൊന്നും ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് പവർ ബി ഐ ആർക്കിടെക്ചർ. ഇതിൻ്റെ അകത്ത് പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വിൻഡോസിൻ്റെ അകത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയറിനാണ് നമ്മൾ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ആ പവർ ബി ഐ ഡെസ്ക്ടോപ്പിലേക്ക് നമുക്ക് ഡാറ്റ എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ വിഷ്വലൈസേഷൻ ചെയ്തത് ഈ ഒരു ഡാറ്റാ സെറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഡാറ്റാ സെറ്റാണ്. അപ്പോൾ അങ്ങനെ ഡാറ്റാ സെറ്റ് എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ക്ലൗഡിൽ നിന്ന് ഡാറ്റ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡാറ്റ സോഴ്സസിൻ്റെ അകത്ത് നമുക്കൊരു എക്സൽ ഫയലിൻ്റെ അകത്തുനിന്നോ CSV ഫയലിൻ്റെ അകത്തുനിന്നോ ഇനി അതല്ല ഒരു എക്സ്റ്റേണൽ വെബ് സെർവറിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഡാറ്റ ഇതിൻ്റെ അകത്തോട്ട് എടുക്കാൻ പറ്റും. അതായത് നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തോട്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം. അതായത് നമുക്കിത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം മെമ്പേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ മാനേജേഴ്സിനൊക്കെ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു വിഷ്വൽ കാണാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആളാണ് ഈ പവർ ബി ഐ സർവീസസ് എന്ന് പറഞ്ഞാൽ. ഇത് ആക്ച്വലി ക്ലൗഡ് സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നതാണ്. ഇത് ആക്ച്വലി ക്ലൗഡാണ്. അപ്പോൾ നമ്മളൊരു വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പബ്ലിഷ് ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും ഏത് വർക്ക് സ്പേസിലോട്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്യേണ്ടത്. മൈ വർക്ക് സ്പേസ് ആണോ, യൂട്യൂബ് ഞാൻ ഓൾറെഡി വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ് അതിൻ്റെ അകത്തേക്കാണോ എന്ന്. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പബ്ലിഷ് ചെയ്ത് കൊടുത്താൽ എൻ്റെ ഒരു ക്ലൗഡ് സ്പേസിൽ നമ്മൾക്കിപ്പോൾ ഒരു ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് ഒക്കെ അല്ലേ, അതുപോലെ ഒരു ക്ലൗഡ് സ്പേസിൻ്റെ അകത്തേക്ക് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു വിഷ്വലൈസേഷൻ. അവിടുന്ന് നമുക്ക് പിന്നെ വേണമെങ്കിൽ പവർ ബി ഐ മൊബൈലിലോട്ടും ആ സെയിം വിഷ്വലൈസേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പിൻ്റെ അകത്തുള്ള ഒരു വിഷ്വൽ നമുക്ക് പബ്ലിഷ് ചെയ്തിട്ട് അത് ക്ലൗഡ് ബേസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും പവർ ബി ഐയുടെ പ്രോ വേർഷൻ വേണം. പ്രോ വേർഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പബ്ലിഷ് ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ഇമെയിൽ കൊടുക്കാൻ പറയും. സോ ബേസിക്കലി ഇതാണ് ഒരു പവർ ബി ഐ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക പവർ ബി ഐ ഡെസ്ക്ടോപ്പ് ആയിരിക്കും. അവിടുന്ന് നമുക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ക്ലൗഡ് സർവീസസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും.